ഹലോ, അസ്സലാമു അലൈക്കും. അങ്ങോട്ട് വെക്കാം, അങ്ങോട്ട് വെക്കാം. അവിടാണ്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? പിന്നെ ഞാൻ കാണിക്കുന്നത് നാട്ടിൽ നല്ല ചൂടാന്ന് പറഞ്ഞ്, അപ്പോൾ ഈ ഒരു ചൂടത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പൊറോട്ടയും അതേപോലെ തന്നെ പൊറോട്ട എന്ന് പറഞ്ഞാൽ ചപ്പാത്തി തന്നെ കേട്ടോ. ആ ഒരു ചപ്പാത്തിയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറീൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ചൂടുകൊണ്ട് നാട്ടിൽ കിച്ചണിലൊന്നും അങ്ങനെ അധിക സമയം നിൽക്കാൻ പറ്റുന്നില്ല എന്നതാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് അരച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഒരുപാട് നേരിട്ടിട്ട് നമ്മൾ വഴറ്റാനോ അല്ലെങ്കിൽ അരിയാനോ അങ്ങനത്തെ ഒന്നും നിൽക്കണ്ട. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് കറിയൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം കൂട്ടുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് എനിക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു, ഫ്രോസൺ ആയിട്ട് ചപ്പാത്തിയോ പൊറോട്ടയൊക്കെ ഫ്രോസൺ ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് കാണിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു മെത്തേഡും കൂടി ഞാനൊന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മളെ കേരളത്തിലെ സാഹചര്യത്തിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കുറച്ച് എടുത്തിട്ട് രണ്ട് മൂന്നെണ്ണം അങ്ങനെ ചുട്ടെടുക്കാനും വേണ്ടി പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഉമ്മി വാ, വീഡിയോയിൽ അവർ കാണിച്ചു കൊടുക്കും, ഒരു നോക്കട്ടെ, കാണിച്ചു കൊടുക്കും. ചിക്കൻ ഉണ്ടോ? ചിക്കൻ ചിക്കൻ ഉണ്ടോ? ഗുഡ് ഗേൾ. അവിടെ നോക്ക്, അവിടെ നോക്ക്, അവിടെ നോക്ക്, അങ്ങോട്ട് നോക്ക്. ആരൊക്കെ നോക്കണം നോക്ക്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ഫ്രോസൺ പൊറാത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ആട്ടപ്പൊടിയോ അല്ലെങ്കിൽ മൈദ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഗോതമ്പ് പൊടി ആട്ടപ്പൊടി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടി എന്ന് പറഞ്ഞാൽ മില്ലിൽ നിന്ന് കുളിപ്പിച്ച് വാങ്ങുന്നതാണ്. ആട്ട എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വ്യത്യാസമുണ്ട് കേട്ടോ. രണ്ടും പൊടിക്കുന്ന രീതിയിലുള്ള വ്യത്യാസമാണ്. ഞാൻ കുറേ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തത്. എത്ര ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. പിന്നെ അത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് എത്ര ചപ്പാത്തി ഉണ്ടാക്കി വെക്കണം അതിനനുസരിച്ച് പൊടി എടുത്തിട്ട് അതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല മയത്തിൽ കുഴച്ചെടുക്കുക കേട്ടോ. വെള്ളത്തിന് നമുക്ക് കണക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഓരോ പിടിക്കും ഓരോ രീതിയിലുള്ള വെള്ളമായിരിക്കും വേണ്ടി വരിക. അപ്പോൾ നന്നായിട്ട് ഇതാ ഞാൻ കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ സാധാരണ കുഴയ്ക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതൊന്ന് നമ്മൾ ചെറുതായിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഈ മാവ് എടുക്കുന്നത് കേട്ടോ. ഒരു 15 മിനിറ്റ് റെസ്റ്റിന് ശേഷം നമ്മളിതൊന്ന് എടുത്തിട്ട് ഉരുട്ടിയിട്ട് ഒന്ന് പരത്താൻ വേണ്ടി പോവുകയാണ്. ആദ്യം ഒന്ന് ബോൾസ് ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലിയ സൈസിലുള്ള പറാത്താണ് ഉണ്ടാക്കുന്നത്. പറാത്തയും പൊറോട്ടയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പറാത്ത എന്ന് പറയുന്നത് നോർത്തിലേക്കുള്ള എന്തെങ്കിലും ഒരു എണ്ണൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ചേർത്തിട്ട് അവർ ഫില്ല് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീശി അടിക്കുകയും വേണം. അതുപോലെ തന്നെ ചുട്ട് കഴിഞ്ഞാലും നമ്മളത് അടിച്ചെടുക്കും. അതാണ് പൊറോട്ട. ഇത് പറാത്ത എന്ന് പറഞ്ഞാൽ ചുട്ട് കഴിഞ്ഞാൽ അടിക്കുകയൊന്നും വേണ്ടിയില്ല. അപ്പോൾ ദാ ഞാൻ വലിയ വലിയ ഉരുളായിട്ട് ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അളവിൽ എനിക്ക് ഒരു 10-15 കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അതിൽ നിന്ന് ഓരോ ഉരുള എടുത്തിട്ട് ജസ്റ്റ് ഞാനിവിടെ കുറച്ച് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏത് ടൈപ്പ് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനിയിപ്പം ബട്ടർ വേണമെങ്കിൽ ബട്ടർ എടുക്കുക, ഗീ വേണമെങ്കിൽ ഗീ എടുക്കുക, ഇനി വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും വേണ്ട, കുറച്ച് മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ട് തന്നെയാണ് ഇത് പരത്തുന്നത്. നിങ്ങൾ മൈദപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു പറാത്ത ഉണ്ടാക്കുന്നതെങ്കിൽ പരത്തുന്ന സമയത്തും മൈദപ്പൊടി തന്നെ എടുത്താൽ മതി. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇത് നന്നായിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. നല്ല നൈസായിട്ട് ചപ്പാത്തി സാധാരണ എത്ര കട്ടിയിലാണോ നിങ്ങൾ പരത്തലെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ തന്നെ പരത്തിയെടുക്കുക. ഇപ്പോൾ ഞാൻ അത്യാവശ്യം വലിയ ഒരു ചപ്പാത്തിക്ക് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മതി കേട്ടോ. ഒരു 5-6 ഡ്രോപ്സ് ഒക്കെ ആവശ്യമുള്ളൂ. ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. എന്നിട്ട് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ടോ നന്നായിട്ട് ഇതിനൊന്ന് പരത്തി ആ ഒരു ചപ്പാത്തി മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കംപ്ലീറ്റ് ഞാൻ എല്ലായിടത്തും ആ ഒരു എണ്ണ കൈ കൊണ്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി അതിൻ്റെ മേലെ ഒന്ന് തൂവി കൊടുക്കുക. കുറച്ച് മതി കേട്ടോ. കുറച്ചൊന്ന് തൂവി കൊടുക്കുക. ഇനി ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് മാത്രം ഒന്ന് മുറിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മളിതാ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക കേട്ടോ. എല്ലാവർക്കും സിമ്പിളാണല്ലോ. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിനൊന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. ഇത് കംപ്ലീറ്റ് തന്നെ ഇത് ഉരുട്ടിയെടുക്കുന്നുണ്ടേ. ഇനി ഇത് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് വളഞ്ഞു പോകാണ്ട് നേരെ പിടിച്ചിട്ട് ഇതിനൊന്ന് അമർത്തിയെടുക്കുക. അടിഭാഗവും മേൽഭാഗവും ഒരേപോലെ പിടിച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് അമർത്തിയെടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മളെ ഫസ്റ്റത്തെ പൊറാത്തൻ്റെ റോൾ ഇവിടെ റെഡി ആയിന് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് പരത്താണ് വേണ്ടി. ഇപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇങ്ങനെ ഉള്ളിൽ എണ്ണ പരട്ടിയിട്ടും ഉണ്ടാക്കാം. ഇനിയിപ്പോൾ എണ്ണയൊന്നും ഇല്ലാണ്ട് സാധാരണ പോലെ ചപ്പാത്തി പോലെ എണ്ണയൊന്നും ഇല്ലാണ്ട് പരത്തിയിട്ട് ഇതേപോലെ റോളാക്കി വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാനിവിടെ റോളാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എണ്ണ പരട്ടി വെച്ചതാണ്. ഇത് നമ്മൾ 15 മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. മിനിമം 15 മിനിറ്റ് കൊടുക്കണം. ഇപ്പോൾ ദാ ആ ഒരു 15 മിനിറ്റും റെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് നമ്മൾ പരത്തുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തണ പോലെ തന്നെ അങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക.
ഭയങ്കര നൈസാക്കി എടുക്കേണ്ടിയില്ല. ഒരു ചപ്പാത്തിൻ്റെ തടിനേക്കാട്ടിലും ഒരു ഇത്തിരിയും കൂടി തടി. നിങ്ങളിപ്പോൾ ചപ്പാത്തി ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല നൈസായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഉള്ളിൽ ഈ ഒരു എണ്ണ നമ്മൾ സ്പ്രെഡ് ചെയ്തതുകൊണ്ട് അധികം നൈസായിട്ട് പരത്തുന്നില്ല. ഒരു ചപ്പാത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ തടി. ഇപ്പോൾ നന്നായിട്ട് പരത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം വലിയ സൈസിലാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അതാകുമ്പോൾ വേഗം തീരും, പണിയും കുറയുമല്ലോ, നമുക്ക് ഒരുപാട് നേരം കിച്ചണിൽ നിൽക്കേണ്ടിയില്ല. വലുതാക്കി അങ്ങ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ പറാത്ത ശരിക്കും കുറച്ചൊരു വലുപ്പത്തിലാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു തടിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒരു ചപ്പാത്തിൻ്റെ തടി തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ. ഇതുപോലെ ഇനി എല്ലാം പരത്തിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോന്നും പരത്തുന്ന സമയത്ത് നമ്മളിത് ഫ്രീസ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനത്തെ പാച്ച്മെൻറ്റ് പേപ്പർ എടുക്കുക. പാച്ച്മെൻറ്റ് പേപ്പർ എവിടെ കിട്ടുകയെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് എല്ലാ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. എല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇത് ബേക്കിംഗ് ഷോപ്പിൽ കിട്ടും കേട്ടോ. കേക്കിൻ്റെ ഒക്കെ ബേക്കിംഗ് സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പിലും കിട്ടും. ഇനിയിപ്പോൾ ഈ പാച്ച്മെൻറ്റ് പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മളെ കവർ മുറിച്ചിട്ട് വെച്ചാലും മതി, പ്ലാസ്റ്റിക് കവർ. ഓരോന്നും വെക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കടലാസ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കവർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്തത് പരത്തിയിട്ട് ഇങ്ങനെ വെക്കുക. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാനെല്ലാം ഇതേപോലെ പരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ കട്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും എടുക്കാൻ സുഖമാണ്. മൊത്തത്തിൽ പരത്തി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ചുട്ടെടുക്കാൻ വേണ്ടി പോയാൽ മതി. അപ്പോൾ അത് കണ്ടില്ല, ഓരോന്നും ഞാനിത് ഇടയിൽ പേപ്പർ വെച്ചിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇതിനി ഫ്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഹാഫ് കുക്കാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നും ഇതാ ചൂടായ തവയിലേക്ക് ഈ കടലാസിൽ നിന്ന് ഓരോന്ന് എടുക്കുക. ഈ പാച്ച്മെൻറ്റ് പേപ്പറിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പറ്റി പിടിക്കില്ല കേട്ടോ. അത് നിങ്ങൾ ഫ്രോസൺ ചെയ്താലും ഒന്നും പറ്റി പിടിക്കില്ല. ഇനിയിപ്പോൾ അതാ ഒരു ഹാഫേ ഇത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഒരു ഭാഗം ഒന്ന് ഇട്ടതിന് ശേഷം തിരിച്ച് ഇട്ട് കൊടുക്കുക. ഇത്രേ ആവാൻ പാടുള്ളൂ, ഒരുപാട് അങ്ങ് കുക്കായി പോകാൻ പാടില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ ഒരു ഹാഫ് കുക്ക് ആക്കിയിട്ട് എടുക്കുക. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് വിട്ടാൽ മാത്രം മതി. ഇങ്ങനെ എടുത്തതിന് ശേഷം ആ സെയിം പാച്ച്മെൻറ്റ് പേപ്പർ തന്നെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് വെക്കുക. ഇനി അതിൻ്റെ മേലെ അടുത്ത പേപ്പർ വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഹാഫ് കുക്കാക്കി വെച്ച അടുത്ത റൊട്ടി വെക്കുക. ഇങ്ങനെ അട്ടിക്കട്ടിക്ക് റൊട്ടി വെച്ചിട്ട് നിങ്ങളിത് പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടോ അല്ലെങ്കിൽ കണ്ടെയ്നറിലാക്കിയിട്ടോ ഒക്കെ അത് ഫ്രീസ് ചെയ്താൽ നിങ്ങൾക്ക് 2 മാസം വരെ ഉപയോഗിക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ചുട്ടെടുത്താൽ മാത്രം മതി. ഇങ്ങനെയാണ് ഫ്രോസൺ പറാത്ത ഉണ്ടാക്കുക. ഇനിയിപ്പോൾ അത് നമ്മൾ ഫ്രീസ് ചെയ്ത ചപ്പാത്തി എങ്ങനെയാണ് നമ്മൾ ചുട്ടെടുക്കുക എന്നുള്ളത്, ആ പകുതി കുക്ക് ചെയ്ത ആ ഒരു റൊട്ടി ഇതാ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചുടുന്ന പോലെ ഏതെങ്കിലും ഒരു എണ്ണ മേലെ തൂവി കൊടുത്തിട്ട് ഇതൊന്ന് ചുട്ടെടുക്കുക. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ആദ്യം നമ്മൾ ഹാഫ് അല്ലേ കുക്ക് ചെയ്തിട്ടുള്ളൂ, ബാക്കി ഹാഫ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മൾ കുക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു ഫ്രീസ് ചെയ്ത പൊറാത്ത നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ നമ്മളെടുത്ത് പുറത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഐസൊക്കെ പോയിട്ട് കിട്ടും. പിന്നെ ചുട്ടെടുക്കുമ്പോൾ അത് ഫ്രീസ് ചെയ്തതായിട്ടുള്ള ഒരു ഇതോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക കേട്ടോ, ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. പിന്നെ ഓരോ ദിവസത്തേക്കുള്ളത് നിങ്ങൾ ഓരോ കവറിലാക്കി വെച്ചാൽ മതി. അതാവുമ്പോൾ ഒന്നിച്ചെടുത്ത് നമ്മൾ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് ബാക്കിയെടുത്ത് ഫ്രീസറിലേക്ക് വെക്കാനാക്കണ്ട. ഓരോ ദിവസത്തേക്കുള്ള ഒരു 5-6 എണ്ണമാണ് വേണ്ടിയെങ്കിൽ ആ ഒരു 5-6 എണ്ണം ഒരു കവറിലിട്ടിട്ട് വെച്ചാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. നന്നായിട്ട് പൊള്ളിയൊക്കെ വരും കേട്ടോ. എല്ലാ ഭാഗവും നന്നായിട്ട് പൊള്ളി വരും. നന്നായിട്ട് പ്രസ് ചെയ്ത് വേവിച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ ഉള്ളിൽ എണ്ണയും കൂടെ പുരട്ടി ഉണ്ടാക്കുന്ന പറാത്ത എന്ന് പറയുന്നത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതിന് കറി തന്നെ വേണ്ടിയില്ല. ഇനിയിപ്പോൾ അത് അടുത്തത് ഞാൻ പറഞ്ഞ ആ ഒരു സിമ്പിൾ കറിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അരിയൊന്നും ചെയ്യുന്നില്ല ഞാൻ. ഇതാ 2 വലിയ സൈസിലുള്ള ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 വലിയ സൈസിലുള്ള ഉള്ളിയും 2 വലിയ സൈസിലുള്ള തന്നെ തക്കാളി എടുത്തിട്ടുണ്ട്. ഒന്ന് നല്ല വലുതാണ്, ഒന്നൊരു മീഡിയം സൈസുമാണ്. പിന്നെ ഒരു 3 പച്ചമുളക്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു 3 എണ്ണമാണ് എടുത്തത്. ഇനിയിപ്പോൾ വേണ്ടത് കുറച്ച് മല്ലിച്ചപ്പ് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും വേണം, അത് ഞാൻ പേസ്റ്റാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് 1.5 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കറക്റ്റ് അളവൊന്നുമില്ല, കുറച്ച് തേങ്ങയും കൂടെ വേണം. ഇനിയിപ്പോൾ അതാ ഞാൻ ഒരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചെമ്പ് തന്നെയാണ് ഈ മൊത്തത്തിൽ ഞാൻ ചെയ്യുന്നത് കേട്ടോ. വേറെ പാത്രങ്ങളൊന്നും എടുക്കുന്നില്ല. ഒരു നോൺ സ്റ്റിക്ക് ചെമ്പാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതാകുമ്പോൾ അടി പിടിക്കൊന്നുമില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് ചെമ്പ് കഴുകാനും ആക്കണ്ടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ തേങ്ങൻ്റെ കൂടെ ഇടേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് പച്ചമല്ലി. ഒരു 3 ടേബിൾ സ്പൂൺ പച്ചമല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കിലോ ചിക്കനിലേക്കുള്ള അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ പച്ചമല്ലി ചേർത്തിന്, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, പെരിഞ്ജീരകം എന്ന് പറയുന്ന ജീരകം, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, ക്യുമിൻ സീഡ്സ് ആണ് ചേർത്ത് കൊടുത്തത്. ഇതിനെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഒരു മീഡിയം തീയിലിട്ടിട്ട് പെട്ടെന്നായി കിട്ടും കേട്ടോ. ഒന്ന് വറുത്തെടുക്കുക, നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന വരെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗരം മസാലേൻ്റെ പൊടി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ 2 കഷ്ണം പട്ടയും ഒരു 3-4 ഏലക്കായും 3-4 ഗ്രാമ്പൂ, ഈ 3 സാധനങ്ങളും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി ഈ സമയത്ത് കേട്ടോ. നന്നായിട്ട് വറുത്തെടുത്താൽ മതി. ഒരു പകുതി കളറ് മാറാൻ തുടങ്ങിയാൽ നമ്മളത് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ.
ഇപ്പോൾ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കറുപ്പിക്കാൻ നിൽക്കണ്ട. ഈ ഒരു കളർ മതി കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കി വെക്കാം. ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ തേങ്ങയെ ആ ഒരു മസാലകളൊക്കെ നന്നായിട്ട് ഒന്ന് വറന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ചൂടാറിയതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം തൊടാണ്ട് അരച്ചെടുക്കണം കേട്ടോ. പൊടിക്കുക എന്നാണ് പറയുക നമ്മളിത്. വെള്ളം തീരെ ഒഴിക്കാണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുക്കുന്ന ആ ഒരു ടേസ്റ്റും വെള്ളം ചേർത്ത് അരച്ചെടുക്കുന്ന ഈ ഒരു തേങ്ങൻ്റെ ടേസ്റ്റും രണ്ടും രണ്ടെണ്ണമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ അത് അടുത്തതെന്ന് പറയുന്നത് ഞാൻ ആ നേരത്തെ കാണിച്ച ഉള്ളി ഇതൊക്കെ കുറച്ച് വലിയ പീസായിട്ട് ഞാനൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിന്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങളെ മിക്സിയിൽ മുഴുവനത്തോടെ ഇട്ടിട്ട് അരക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും മതി. അല്ല ചോപ്പർ ഉണ്ടെങ്കിൽ തീരെ കട്ട് ചെയ്യാണ്ടും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ മിക്സിയിലാണ് ഇടുന്നത്. അപ്പോൾ കുറച്ച് വലിയൊരു പീസാക്കി ഒന്നും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചി വെളുത്തുള്ളി എൻ്റെ അടുത്ത് മുഴുവനായിട്ടില്ല. അപ്പോൾ ഞാനിവിടെ പേസ്റ്റാണ് ചേർക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഒരു കൈപ്പിടി നിറച്ച് മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതും വെള്ളം തൊടാണ്ട് അരച്ചെടുക്കുക. ഈ ഉള്ളിയിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് വെള്ളം തീരെ ഒഴിക്കണ്ട. ഇപ്പോൾ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ഇതിൽ ഈ ഒരു ഉള്ളിയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ വരുന്ന വെള്ളം അത്യാവശ്യം നന്നായിട്ടുണ്ടാവും. അപ്പോൾ തീരെ വെള്ളം ഒഴിക്കേണ്ടിയില്ല. ആദ്യം ഒന്ന് പൾസ് മോഡിൽ ഇട്ടാൽ മതി. പിന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അരച്ച ഈ ഒരു ഗ്രേവിക്കുള്ളതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ സെയിം പാത്രം തന്നെ അത് അടുപ്പത്തേക്ക് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളിൻ്റെ പേസ്റ്റ് ഇല്ല, അതാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഒരു തുള്ളി പോലും എണ്ണ ഒന്നും ഒഴിക്കാൻ പാടില്ല. ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. എളുപ്പത്തിനുള്ള മെത്തേഡാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ ഇതിലത്തെ വെള്ളം വറ്റുന്നവരെ ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു 5-8 മിനിറ്റ് എന്തായാലും ടൈം എടുക്കും. ഒരു കുറച്ച് തുറന്ന് വെച്ചിട്ട് അവിടെ വെച്ചാൽ മതി കേട്ടോ. ഇടയ്ക്കൊന്ന് ഒറ്റ പ്രാവശ്യം വന്നൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് അവിടെ വെച്ചിട്ട് ഞാൻ മാറി നിന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ വന്നിട്ടുണ്ട്. ഇടയിൽ ഞാൻ ഒറ്റ പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമ്മൾ ആ ഉള്ളിയും ആ ഒരു ഇതും എല്ലാം നന്നായിട്ട് വാടി വെന്ത് വന്നാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റും അതൊക്കെ മൊത്തത്തിൽ അങ്ങ് മാറിയിട്ടുണ്ടാവും. ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇതിപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോണത്. നമ്മൾ ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. മേലോട്ടേക്ക് തെറിക്കും എണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ അടുപ്പും ചെമ്പും എല്ലാം വൃത്തികേടാവും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏത് ഓയിലും എടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കേണ്ട പണിയേ ഉള്ളൂ. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളിത് വീണ്ടും നമ്മൾ വയറ്റി ഇതാക്കാനോ ഒന്നും പോകേണ്ടിയില്ല. ജസ്റ്റ് ആ ഒരു എണ്ണ എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോണത്. ആദ്യം തന്നെ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ കാശ്മീരിയും മറ്റേ നോർമൽ മുളകും രണ്ടും കൂടെ മിക്സ് ആക്കിയ മുളകാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. അതൊക്കെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഗരം മസാല, ഞാൻ പറഞ്ഞല്ലോ ഗരം മസാലയാണ് ഞാൻ ഇടുന്നത്, 1 ടീസ്പൂൺ. ഇനിയിപ്പോൾ ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ആ തേങ്ങൻ്റെ കൂട്ടത്തിൽ പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടെ പൊടിച്ച് കഴിഞ്ഞാൽ ഇത് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഇത്രയുള്ള പൊടികൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല ചൂടിലാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു പൊടികൾ മിക്സ് ആക്കുന്ന സമയത്ത് തന്നെ ആ പൊടികളും വാടി വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു ചിക്കനിലേക്കും കൂടി വേണ്ടിയ ഉപ്പ് ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. എന്നിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഉപ്പും ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ, വെള്ളം വാർത്ത് വെച്ച ചിക്കനാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു തുള്ളി പോലും വെള്ളം ഇതിലേക്ക് ഒഴിക്കേണ്ട കേട്ടോ. നല്ല കട്ടിയിൽ തന്നെയാണ് ഈ ഒരു കറി ഉണ്ടാവുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ ഒരു ഇതിപ്പോൾ ഞാൻ ഇതിന് ഒരു ചിക്കൻ മസാല പോലത്തതാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു ലൂസായിട്ടല്ലാത്ത നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു മസാലയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്ക് കുറച്ചൊരു ഗ്രേവിയോട് കൂടിയല്ലേ, കുറച്ചൊരു എന്താ പറയുക, ഒരു ലിക്വിഡായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയെങ്കിൽ, അതായത് കുറച്ചൊരു വെള്ളത്തോട് കൂടിയുള്ള ഗ്രേവിയാണ് വേണ്ടിയെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ച് വെച്ചൊരു 15 മിനിറ്റ് നമ്മൾ മാറിയെന്നോ അതൊന്ന് വെന്തോളൂ കേട്ടോ. ഒരു മീഡിയം തീയിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷമാണ് ഇത്. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ തന്നില്ല. ഇനിയിപ്പോൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ് കേട്ടോ. എല്ലാം കൂടെ ഇട്ടിട്ട് കുക്കറിൽ വെക്കുകയാണെങ്കിലും നിങ്ങൾ ആ ഒരു ഉള്ളി ആദ്യം ഒന്ന് വേവിച്ചതിന് ശേഷം മാത്രം ഇറച്ചി ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു തേങ്ങല്ലേ, അത് പൊടിച്ചെടുത്തതാണിത്. ഇങ്ങനെയാണ് ഉണ്ടാവുക, വെള്ളം ചേർക്കാണ്ട് പൊടിച്ചെടുത്തത്. അപ്പോൾ ഇങ്ങനെ ചേർക്കുന്ന, നമ്മൾ വെള്ളം ചേർക്കാണ്ട് പൊടിച്ചെടുത്ത് ചേർക്കുന്ന തേങ്ങയ്ക്ക് വേറെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ വെള്ളം ചേർത്ത് അരച്ചിട്ട് ഇതിലേക്ക് ചേർക്കുമ്പോൾ അത് വേറെ ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു തേങ്ങയും കൂടെ ചേർക്കുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഒന്ന് നല്ല കട്ടിയായിട്ട് വരികയാണ് ചെയ്യുക ഈ ഒരു കറിൻ്റെ മസാല. അപ്പോൾ നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. 2 മിനിറ്റ് മതി കേട്ടോ. ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും വേണ്ടിയില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇതാ സൈഡിൽ കൂടിയൊക്കെ തിള വരുന്നത് കാണുന്നില്ല, ഇത്രയും മതി. ഇങ്ങനെ ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു എന്താ പറയുക, കുറച്ചൊരു കറിവേപ്പിലയും അതേപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും ഞാൻ ഇതിൻ്റെ മേലെ ഒന്നും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വെച്ചാൽ മതി. ആ ഒരു പച്ച ചേർക്കുമ്പോഴുള്ളൊരു ടേസ്റ്റും കൂടെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അത് പണിയുള്ള പോലെറ്റം തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലൊന്നും ഉണ്ടാക്കി നോക്ക്, ഈസിയാണ് കേട്ടോ.
നമുക്ക് മാറി നിൽക്കാം ഇത് എല്ലാം ചെയ്തിട്ട്. നമുക്ക് ഇതിങ്ങനെ അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കണമെന്നോ വാട്ടി കൊടുക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത് രണ്ടും ഞാനിവിടെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് ഈ ഒരു പൊറാത്തയും ഈ ഒരു ചിക്കനും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ നിങ്ങൾക്ക് ഇത്ര കട്ടിയിലല്ല വേണ്ടിയെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചാൽ നിങ്ങൾക്ക് കറിയായിട്ട് ഉപയോഗിക്കാം. എല്ലാം ഇങ്ങനെ ഫ്രൈ പോലെയാണ് വേണ്ടിയെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ. 2 രീതിയിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാം ഈ ഒരു കറീനെ കൊണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ചപ്പാത്തിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കണ്ടില്ല, നല്ല സോഫ്റ്റ്നെസ് ആണ്. അതുപോലെ തന്നെ മുറിച്ച് കഴിഞ്ഞാൽ ഇതളതളായിട്ട് ഉള്ളിൽ നമ്മളെ പൊറോട്ടയൊക്കെ പോലെ തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ പക്ഷേ വീശി അടിക്കുന്നില്ല, അതുപോലെ തന്നെ ചുട്ട് കഴിഞ്ഞാലും അടിക്കുന്നില്ല. അതാണ് പൊറാത്തയും അതുമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ അത് സിമ്പിളാണ്, നല്ല ഈസിയാണ്. അപ്പോൾ ഈ ഒരു പൊറാത്തൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇങ്ങനെ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. ജസ്റ്റ് വെറുതെ പിക്കിൾ ഉണ്ടെങ്കിൽ പിക്കിളോ അല്ലെങ്കിൽ റൈത്ത നമ്മളെ തൈരൊക്കെ വെച്ചിട്ട് വെറുതെ കഴിക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ലതാണ്. ഒരു പണിയും ഇല്ല. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച ഫ്രോസൺ പൊറാത്ത ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എടുക്കാനും വേണ്ടി പറ്റും. അപ്പോൾ ഇതൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടും കാണിച്ചു തരാം. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇഷ്ടമായില്ലെങ്കിൽ പ്ലീസ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലേക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നിൽക്കണേ. ഇൻഷാ അല്ലാഹ് തന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.